ഹായ് ഓൾ, ഇനി വരാനിരിക്കുന്ന ആനുവൽ എക്സാമിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾ കാണാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡാറ്റ അനലിറ്റിക്സ്. ഇതുപോലെ ഏതെങ്കിലും ഒരു ഡാറ്റ തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു 5 മാർക്ക് ഈസി ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം ഈ ഒരു ഡാറ്റ അനാലിസിസ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ നിങ്ങളുടെ 1-2 മാർക്ക് നഷ്ടപ്പെടും. ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. ഹൂ ഹിറ്റ് ദ മോസ്റ്റ് നമ്പേഴ്സ് ഓഫ് സെഞ്ചുറീസ് ദ ICC വേൾഡ് കപ്പ് 2023? 2023 ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ച് നോക്കിയെങ്കിൽ ഇവിടുത്തെ റൺസ് കൊടുത്തിട്ടുണ്ട്. ആ റൺസ് അല്ല നമ്മൾ നോക്കേണ്ടത്, ഇവിടെ നോക്കേണ്ടത് സെഞ്ചുറീസ് ആണ്. അവിടെ 4 അടിച്ചത് ആരാണ്? ക്വിന്റൺ ഡീകോക്ക് ആണ് അവിടെ അടിച്ചുള്ളത്. ഡീകോക്ക് നെയ്താതെ നിങ്ങൾ ആഫ്രിക്ക നെയ്തി കഴിഞ്ഞാൽ അവിടെ മാർക്ക് പോകും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ ഹയസ്റ്റ് അഗ്രിഗേറ്റർ ഓഫ് ദ റൺസ് ഇൻ ദ ICC വേൾഡ് കപ്പ് 2023? ഏറ്റവും കൂടുതൽ റൺ എടുത്തത് ആരാണെന്നാണ് ചോദ്യം. ഏറ്റവും കൂടുതൽ റൺ എടുത്ത് നോക്കുന്ന സമയത്ത് റൺസിൽ നോക്കണം. അവിടെ ഏറ്റവും കൂടുതൽ 765 ആണുള്ളത്. ആളുടെ പേരാണ് ചോദിച്ചത്, നമ്മുടെ വിരാട് കോഹ്ലി. യെസ്, നൈസ്. അടുത്തത് നമ്മൾ ചോദ്യം നോക്കിക്കോ. ഗ്ലെൻ മാക്സ്വെൽ 201 റൺ എടുത്തു. ആർക്ക് എതിരെ എന്നാണ് ചോദിച്ചത്. ഏത് മത്സരത്തിൽ നിന്ന് ഒന്നുമല്ല, ആർക്ക് എതിരെ, എഗെയിൻസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്ലെൻ മാക്സ്വെൽ ആർക്കെതിരെയാണ്? അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ആൻസറാണ് അവിടെ എഴുതേണ്ടത്. ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. യെസ്, മാക്സ്വെലിൻ്റെ ഈ ഒരു ആൻസർ കൊടുക്കുന്ന സമയത്ത് മാക്സ്വെലിനോ അല്ലെങ്കിൽ ആസ്ട്രേലിയ എന്നൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. അതിൻ്റെ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹൗ മച്ച് സെഞ്ചുറീസ് ഡിഡ് മിച്ചൽ മാർഷ് എത്ര സെഞ്ചുറി എടുത്തിട്ടുണ്ട് 2023 അപ്പോൾ മിച്ചൽ മാർഷ് ഇതാ ഇവിടെയാണ്. അദ്ദേഹത്തിൻ്റെ സെഞ്ചുറീസ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ആ 2 എന്നുള്ളത് മാത്രം എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാത്രമേ മാർക്ക് കിട്ടൂ. തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് വൺ, വിച്ച് കൺട്രി ഈസ് റെപ്രസെൻറ്റ് ബൈ ദ 2 പ്ലേയേഴ്സ് ഇൻ ദ ടേബിൾ? രണ്ട് പ്ലേയേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏത് കൺട്രി ആണെന്നാണ് ചോദിച്ചത്. ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് ബംഗ്ലാദേശ് കാണാം. കൺഫ്യൂഷൻ അടിക്കരുത്, അതല്ല ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ ആക്ച്വലി ഓസ്ട്രേലിയ ആണ്. ഗ്ലെൻ മാക്സ്വെലും മിച്ചൽ മാർഷും സെയിം കൺട്രിയാണ്, അവിടെയാണ്, അല്ലാതെ എഗെയിൻസ്റ്റ് അല്ല ചോദിച്ചത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ അവിടെ കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി വരുന്ന എക്സാമിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് 5 മാർക്ക് നഷ്ടപ്പെടരുത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. ഇനി ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചാപ്റ്ററുമായിട്ട് ലൈവിൽ ഇരുന്നുണ്ട്. മിസ് ചെയ്യരുത്. താങ്ക് യു.